മണ്ണിടിച്ചിലുണ്ടായ കർണാടക ശിരൂരിൽ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നാളെ കോഴിക്കോട് എത്തും. മണ്ണിടിച്ചിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തെ കാണും. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കൊന്ന് ചേരുന്നുണ്ട്. അതിനു മുൻപൊരു പ്രതികരണത്തിലേക്ക്. അർജുന്റെ അമ്മയുടെ പറഞ്ഞിട്ട് അവർക്ക് ഒരു സമാധാനം വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിനെ ഇപ്പൊ ഇവിടെ വന്നു. ഇവിടെ ഇപ്പൊ ജഗന്നാഥമ്മനെ വീട്ടില് പോയി ഇപ്പൊ 2 കുട്ടിക്ക് ഒരു 10,000 കൊടുത്ത സമയത്തില് ഇവിടെ നാട്ടുകാർ എല്ലാ നാട്ടുകാരും എന്റെ 10,000 കൊടുത്ത യൂട്യൂബില് ഡയറക്റ്റായി 2 ലക്ഷം രൂപ വന്നവർക്ക്. പിന്നെ അമ്മ 2 ലക്ഷം എനിക്ക് വീട്ടിൽ ഇതാക്കി. പിന്നെ അവരെ കൊണ്ടാട്ടി കൂട്ടി എത്ര കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരൊരു പ്രാർത്ഥന ശരീരം കൊണ്ടുപോകാനായില്ലല്ല. ഇപ്പൊ മണ്ണിന്റെ ഉള്ളുണ്ട്, അത് എനിക്ക് എടുക്കാനാവില്ല. മണ്ണുള്ള അത് ഡ്രസ്സർ പറഞ്ഞു, അതിനോട്ട് ഞാൻ അവിടെ പറഞ്ഞുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്. അഭിജിത്ത്, നാളെ രാവിലെ 11 മണിയോടെ അർജുന്റെ വീട്ടിലെത്തുമെന്നാണല്ലോ പറയുന്നത്, അല്ലേ അഭിജിത്ത്? തീർച്ചയായും ഉന്മേഷ്, നാളെ 11 മണിയോടെ അർജുന്റെ കണ്ണാടിക്കലുള്ള വീട്ടിലേക്ക് എത്തുമെന്നാണ് ഈശ്വർ മാൽപേ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഓഡിയോ ബൈറ്റിൽ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ് എന്ന് അർജുന്റെ കുടുംബത്തെ അറിയിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ തന്നെ അർജുനായുള്ള തിരച്ചിലിന് മുൻപന്തിയിൽ നിന്നയാളാണ് ഈശ്വർ മാൽപേ. പക്ഷേ നിലവിൽ ഈ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിയാൽ മാത്രമേ തെരച്ചിൽ കൂടുതൽ കാര്യക്ഷമമായി നടക്കുകയുള്ളൂ. അതിനാൽ തന്നെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കുടുംബത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഈശ്വർ മാൽപേ പറയുന്നു. ഒപ്പം ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ ഉൾപ്പെടെ കർണാടക സർക്കാരിൽ ഒരു സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. അതിന് ഏത് രീതിയിലാണ്, എന്തൊക്കെ തരത്തിലുള്ള നടപടികളാണ് ചെയ്യാൻ കഴിയുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതിനാൽ നിലവിലെ സാഹചര്യം തന്റെ ഒരു പ്രശ്നം, അതായത് തനിക്കിനി ഒറ്റയ്ക്ക് ഇത്തരത്തിൽ ഈ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡ്രഡ്ജർ എത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ പ്രശ്നം കുടുംബത്തെ അറിയിക്കുക, ഒപ്പം തന്നെ അവരെ സമാധാനിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഈശ്വർ മാൽപേ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും നാളെ രാവിലെ 11 മണിയോടുകൂടി ശരി അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.